ശത്രുബാധയിൽ നിന്നും ദോഷത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കാലാകാലത്തിലേക്ക് നമുക്ക് രക്ഷ നേടാൻ ഉള്ള മാർഗങ്ങൾ 3 മാർഗങ്ങളിൽ 2 മാർഗങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ മാർഗം, ഈ 3 മാർഗവും പറയുന്നത് താന്ത്രികമോ മാന്ത്രികമോ സാമ്പത്തികം ചെലവാകുന്ന ഒരു കാര്യവുമല്ല. നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നാം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിരന്തരമായി അത് കേൾക്കാൻ തയ്യാറാവും. ഇനി മൂന്നാമതായി നമുക്കൊരു മാർഗമുണ്ട്. ആ മാർഗം പറയുന്നതിന് മുമ്പേ വീണ്ടും പറയട്ടെ, ഈ വീഡിയോ മുഴുവനും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക, ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക. തീർച്ചയായും നാം ഉദ്ദേശിച്ച തരത്തിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സത്യസന്ധത കൈവെടിയരുത്. ഒന്നാമതായി പറയട്ടെ, വളരെ പച്ചയ്ക്ക് പറയട്ടെ, നമുക്കെന്തെങ്കിലും ഒരു തുമ്മലോ ചീറ്റലോ ഒരു പനിയോ വെച്ചുകുത്തലോ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് അതൊരിക്കലും മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. നാം നിരന്തരമായി അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നാം തീർച്ചയായും പതുക്കെ പതുക്കെ മാറ്റം വരുത്തണം. നമ്മുടെ ബുദ്ധിമുട്ടിന് മറ്റൊരാൾ കാരണമെന്ന് നാം ആദ്യമേ ഉറപ്പിക്കരുത്. കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൽ വിശ്വസിക്കാൻ പാടുള്ളൂ. കൃത്യമായ അദ്ദേഹത്തിൻ്റെ പേര്, വീട്ടുപേര്, നക്ഷത്രത്തോടു കൂടി നമുക്ക് വിവരം കിട്ടുകയാണെങ്കിൽ മാത്രം 100% നമ്മൾ അതിൽ വിശ്വസിച്ചാൽ മതി. ഇതിൽ ഉറച്ചു നിൽക്കുക. മറ്റൊരാളിൽ നമ്മൾ ദോഷത്തെ കെട്ടിവെക്കാതിരിക്കുക. ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി 2 വീഡിയോയിൽ നാം പറഞ്ഞ മാർഗങ്ങൾ, അത് നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് കൂടിയിട്ടുള്ള മാർഗങ്ങളാണ്. ഇതിന് കഴിയാത്തവർ, ഇതിന് സ്വയമേവ കഴിയാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിൽ അനേകമാണ്. സ്വന്തം പ്രാരാബ്ധങ്ങളുമായി വളരെ ദുർബലരായ മനസ്സോടുകൂടി കഷ്ടപ്പാടുകളോടുകൂടി ജീവിക്കുന്ന ആളുകൾ അനേകമുണ്ട്. അവർക്കുള്ള ഒരു എളുപ്പമാർഗം, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന എളുപ്പമാർഗം ഈ വീഡിയോയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് ഇതാണ്. നമ്മൾ നിത്യേന വിളക്ക് കത്തിക്കുന്ന ആ സ്ഥലത്ത്, ആ വിളക്ക് വെക്കുന്നതിൻ്റെ തൊട്ടടുത്തായി ഒരു തളികയിൽ ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം നാം വയ്ക്കുക. ആ ദേവി മഹാത്മ്യ ഗ്രന്ഥത്തെ നാം വിളക്ക് കത്തിക്കുന്ന വേളയിൽ, നാം പ്രാർത്ഥനാ വേളയിൽ ആ ദേവി മഹാത്മ്യമെന്ന ഉത്തമമായ ശക്തമായ ദേവിയുടെ 9 അവതാരങ്ങളുടെ മന്ത്രങ്ങളുടെ ഭണ്ഡാരമായിട്ടുള്ള, മന്ത്രങ്ങളുടെ സങ്കേതമായിട്ടുള്ള ആ ഗ്രന്ഥത്തെ നമ്മൾ ബഹുമാനിക്കുക, ആരാധിക്കുക, തൊട്ടുവണങ്ങുക. ഈ ദുർഗാ ചണ്ഡികാ ദേവി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കട്ടെ എന്ന് നിത്യേന നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും ആ ചണ്ഡികാ ദേവിക്ക്,
ആ ഭദ്രകാളിക്ക്, ആ ദുർഗാദേവിക്ക് നമ്മളുടെ സംരക്ഷണം നാം ഏൽപ്പിച്ചു കൊടുക്കുക. ആ സംരക്ഷണ വലയത്തിലാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നാം നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഗ്രന്ഥം പാഠം ചെയ്താൽ മനസ്സിലാവും, ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഗ്രന്ഥം സൂക്ഷിച്ചവനെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നും സംരക്ഷിച്ചതിൻ്റെ കഥകൾ, അനുഭവങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇത് നിത്യേന നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിച്ച് കൊണ്ട് നടക്കുക മാത്രം ചെയ്താൽ വലിയൊരു സംരക്ഷണ വലയം നമുക്കുണ്ടാവുമെന്നുള്ളത് 100% അനുഭവമാണ്, തീർച്ചയാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങളതിൽ വിജയിക്കും. ആത്മാർത്ഥമായി ചെയ്യണം, ഉറച്ചു നിൽക്കണം. ആ ഭഗവതിയിൽ 100% വിശ്വാസം വേണം. ഭൂതപ്രേത പിശാചുകളിൽ നമ്മൾ വിശ്വസിച്ച് നടക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവർ അത് മാറ്റി നിർത്തി ഇതിലൊന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു നോക്കൂ. നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതിനെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതൊരു ദുഷ്ടശക്തിക്കും എന്നും ഭയമുള്ള ഒരേയൊരു ശക്തി ഈ ചണ്ഡിക ഭദ്രാദേവതയാണ്. പരകർമ്മ മന്ത്രയന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മോചയ മോചയ. അങ്ങനെയുള്ള സംരക്ഷണം നമുക്ക് ഈ ദേവി തരും എന്നുള്ളത് തീർച്ചയാണ്. ഏതെങ്കിലും ഒരു ഗ്രന്ഥമല്ല, ശ്രീദേവി മഹാത്മ്യത്തെ നാം നമ്മുടെ സംരക്ഷകയായിട്ട് നാം നമ്മുടെ വീട്ടിൽ സ്ഥാനം കൊടുത്തു നോക്കൂ. ചെറിയ പുസ്തകമായിട്ട്, ചെറിയ ഗ്രന്ഥമുണ്ടെങ്കിൽ നാം നമ്മുടെ കൂടെ കൊണ്ട് നടന്നു നോക്കൂ. നമ്മുടെ ബാഗിൽ നിത്യേന നാം കൊണ്ട് നടന്നു നോക്കൂ. ഇതിലും വലിയൊരു സംരക്ഷണം ഇനി വേറെയില്ല. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ചെയ്തു നോക്കൂ, ഇതിൽ വിജയിക്കും. ഉറപ്പ് വേണം, വിശ്വാസം വേണം. തീർച്ചയായിട്ടും നാം ഒരു ശക്തമായ കവചത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായി നമുക്ക് അനുഭവേദ്യമാവും. ഇതേ സമയത്ത് ഞാൻ ചിന്തിക്കേണ്ടത്, ഇതുകൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ നാം മനസ്സുകൊണ്ട് പോലും വിചാരിക്കരുത്. നമ്മുടെ സംരക്ഷണത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുക, നമ്മുടെ ഉയർച്ചയെക്കുറിച്ചും മാത്രം ചിന്തിക്കുക, നമ്മുടെ വികാസത്തെക്കുറിച്ചും നമ്മുടെ ഐശ്വര്യത്തെക്കുറിച്ചും ശത്രുബാധ ദുരിത ദോഷങ്ങളെ സംരക്ഷിക്കാൻ ഇത് കെൽപ്പുള്ളതാണെന്ന് നാം ഉറച്ച് വിശ്വസിച്ച് നാം മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നാം രക്ഷപ്പെടും, ആശ്വാസമുണ്ടാവും, എല്ലാം ശരിയാവും.